നമ്മൾ സ്വലാത്ത് ചെല്ലണോണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഗുണങ്ങൾ കിട്ടും. അവിടുത്തെ ദർജ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷെ അതില്ല എങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് വല്ല തോൽവിയും സംഭവിക്കുമോ? ആ സംഭവമേ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതുവഴി നമ്മുടെ പാപങ്ങൾ പൊഴിയണം, നമുക്ക് ഉന്നതമായ പദവികൾ ലഭിക്കണം, നമുക്ക് പുണ്യം കിട്ടണം, സ്വർഗത്തിലെത്താൻ പറ്റണം. പടച്ച റബ്ബ് ഈ ലോകത്തെ സംവിധാനിച്ച് കാര്യകാരണ ബന്ധങ്ങൾ പഠിപ്പിച്ച, നിർവഹിച്ച, നിയമിച്ച റബ്ബ് നമ്മുടെ വിജയത്തിന് നിസ്കാരം പോലെയുള്ള, നോമ്പ് പോലെയുള്ള കുറേ ഇബാദത്തുകളെയും നല്ല വിശ്വാസത്തെയും മാനദണ്ഡമാക്കി വെക്കുന്നു. അതിലേറ്റവും പുണ്യകരമായൊരു സംഗതിയാണ് സലാത്ത് ചൊല്ലൽ. അപ്പോൾ സലാത്ത് ലളിതമായി നമുക്ക് നിർവഹിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമില്ല, ഒന്നും വേണ്ട. അപ്പൊ ഈ സ്വലാത്തിൽ നമ്മുടെ വിജയം പടച്ച റബ്ബ് കണക്ട് ചെയ്തപ്പോ നമ്മൾ വിജയിക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ നബിതങ്ങൾക്ക് എന്തെങ്കിലും കുറവ് പറ്റിപ്പോകും എന്നതുകൊണ്ടല്ല. അപ്പൊ എന്താ ഈ സലാത്തിന്റെ മഹത്വം? എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞത്? ഒരാൾ പറയാനാണോ എന്നെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? സലാത്ത് പറഞ്ഞാൽ അതാണല്ലോ. ഹബീബായ നബി തങ്ങൾ അത് പറയും. എന്തുകൊണ്ട് പറയും? നമ്മൾ സമ്പൂർണ്ണമായി വിജയിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിജയത്തിന് പടച്ച റബ്ബ് നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഉപാധിയാവുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ അതുവഴി വിജയിക്കണമെന്ന അദമ്യമായ മോഹം കൊണ്ടാണ്. എന്തുകൊണ്ട് സ്വലാത്ത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനും എൻ്റെ പ്രവാചകന്മാരിൽ അവസാനത്തെയാളും ഏറ്റവും ശ്രേഷ്ഠനുമായി പടച്ച റബ്ബ് പറഞ്ഞയക്കുന്നു. ആ റസൂലിനെ ആരൊക്കെ മാനിക്കുന്നു? അത് റബ്ബിനെ മാനിക്കലാണ്.